എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. ഹലോ എടി, നീ അറിഞ്ഞോ? എന്ത്? മാക്സിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുക. ഇന്ന് ലാസ്റ്റ് ഡേയാ. അടിപൊളി ടോപ്പും സ്കേർട്സും ഒക്കെ വമ്പിച്ച വിലക്കുറവിലാണെന്ന്. ഓ, ഞാനില്ലടി, എൻ്റെ ഈ പൈസയൊന്നുമില്ല. ഓ പിന്നെ, ഇന്നലെ നീ ചർച്ചിലെന്തോ ദൈവവേലയ്ക്ക് എന്തോ കൊടുക്കാന്ന് പ്രോമിസ് പറഞ്ഞല്ലോ. അത് ദൈവവേലയ്ക്കുള്ളതല്ലേ, അതെങ്ങനെയാ ഞാൻ എടുക്കുക? എടി, അത് പിന്നെയാണേലും കൊടുക്കാം, പൈസ പിന്നെയും വരും. പക്ഷെ ഇതുപോലൊരു റിഡക്ഷൻ സെയിൽ ഈ നൂറ്റാണ്ടിലൊന്നും വരാൻ പോകുന്നില്ല. നീ വേണേ വാ. എടി, എന്നാ പിന്നെ ഞാനും വരുക. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. ആരാണോ? ഹലോ, എന്താടി വിശേഷം? ഓ, ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്താടി? ഓ, പ്രാർത്ഥനക്കാരി. പിന്നെ നിന്റെ കയ്യിലെ ചെറുവിരൽ എന്തോ ഒരു തടിപ്പ് പോലെ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഓ, അതൊരു ചെറിയ തടുപ്പ്, വല്ല ഉറുമ്പും മറ്റും കടിച്ചതായിരിക്കും. ഉറുമ്പൊന്നും ആയിരിക്കില്ല. അതെ, അത് ചിലപ്പോ മറ്റേതായിരിക്കും. എന്ത് മറ്റേത്? എടി, ക്യാൻസർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് വല്ലായിരിക്കും. എന്ത്, വിരളയിലോ? അതിപ്പോ എവിടെ വേണേലും വരാം. ദൈവമേ, ഞാൻ ഇത്രയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നോടെന്താ ഇങ്ങനെ ചെയ്തേ? എനിക്ക് വല്ല അസുഖം വന്നാ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. മറ്റും കാന്തനെ കാണുവാൻ അർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കൂടിക്കാണാൻ വാഞ്ചേറുന്നേ. ഹലോ. എടി, നീ അറിഞ്ഞോ? എന്ത്? കർത്താവ് വരുന്നെന്ന്. കർത്താവ് വരാൻ പോകുന്നെന്നോ? എന്ന്? ആര് പറഞ്ഞു? ലോക പ്രശസ്ത പ്രവാചകനായ വില്യം ഡോങ്ലി പറഞ്ഞതാ. ഒരാഴ്ചക്കുള്ളിൽ കർത്താവ് രണ്ടാമത് വരാൻ പോകുവാന്ന്. സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാ. സത്യമാണോടി? ഷോ, അടുത്ത മാസം എന്റെ ബർത്ത്ഡേക്ക് അങ്കിൾ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു. ഐപാഡ് ആയിരുന്നു. എന്ത് ചെയ്യാനാ, ഇനി അത് കിട്ടില്ലല്ലോ, കഷ്ടായിപ്പോയി. പിന്നെ അടുത്ത സമ്മർ വെക്കേഷന് ഞങ്ങളെല്ലാരും ദുബായിക്ക് പോകാൻ പ്ലാൻ ചെയ്തേക്കുമായിരുന്നു. അതും നടക്കത്തില്ല. എന്ത് ചെയ്യാനാ? അതൊക്കെ കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞ് കർത്താവ് വന്നാ മതിയായിരുന്നു, കുറച്ചുകൂടെ എൻജോയ് ചെയ്യായിരുന്നു. എന്ത് ചെയ്യാനാ? അതേടി, ഞങ്ങളും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. കഷ്ടമായി പോയി. പിന്നെ ഞങ്ങളുടെ ഒരു അങ്കിൾ അടുത്ത മാസത്തെ സഭയുടെ ഇലക്ഷനിൽ ജനറൽ സെക്രട്ടറി ആയി മത്സരിക്കുക. സെക്രട്ടറി ആകുമ്പോ കാണാൻ ആരും ഉണ്ടാകില്ലല്ലോ ദൈവമേ. ആടി, കഷ്ടായിപ്പോയി. എന്നാ ഓക്കെ, ശരി, ബൈ. ചേച്ചി, എന്തോ? കാന്റിനെ കാണാൻ ആർത്തി വരുന്ന ഇല്ല പ്രത്യാശ ഉണ്ണിനും കൂടി കാണാൻ വാഞ്ചേരുന്നേ.
എന്നൊക്കെ പാടിത്തതുപോലെയല്ല ചേച്ചി ഇപ്പം പറയണേ. ചേച്ചി ഇപ്പം പാടിയതുപോലെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. പിന്നെ എന്റെ സ്നേഹം നിനക്ക് മാത്രം വേറെ ആരും കാവലുമില്ല എന്നൊക്കെ പാടിയിട്ട് കർത്താവിന് വേണ്ടി മാറ്റി വെച്ച പണം ചേച്ചി കവർന്നെടുത്തില്ലേ? ദൈവത്തോട് കള്ളം പറഞ്ഞ് കളിപ്പിക്കരുതേ, ദൈവം ശിക്ഷിക്കുവേ. ശരിയാണ്. ദൈവത്തോടുള്ള സ്നേഹം, സമർപ്പണം, പ്രത്യാശ മുതലായവ പ്രകടിപ്പിക്കുന്ന മനോഹരങ്ങളായ അനുഗ്രഹീത ഗാനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ഗാനങ്ങൾ പാടുമ്പോൾ അതിലെ ഓരോ വരികളിലൂടെയും കടന്നു പോകുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ എനിക്ക് ഈ വരികൾ പാടുവാൻ സാധിക്കുന്നു എന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. കാരണം ഇപ്രകാരമുള്ള ഗാനങ്ങളിൽ നാം പാടുന്ന ഓരോ വരികളും ഓരോ പ്രസ്താവനകളാണ്, ദൈവത്തോട് പരസ്യമായി പറയുന്ന പ്രഖ്യാപനങ്ങളാണ് എന്ന വാസ്തവം തിരിച്ചറിയണം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം എന്ന് പാടി ദൈവത്തിന് വാക്കുകൊടുത്തിട്ട് പിന്നെ പുറത്തിറങ്ങി ലോകത്തെ സ്നേഹിക്കാൻ പോകുന്നത് ഒരുതരം ദൈവത്തെ കബളിപ്പിക്കലല്ലേ? എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ ജീവനേക്കാളും നീ വലിയതാണ് എനിക്ക്, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ ഒരാവേശത്തിൽ പാടിവിടാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. നേർന്നിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഇതുപോലുള്ള സമർപ്പണ ആരാധനാ ഗാനങ്ങൾ പാടരുത് എന്നല്ല, മറിച്ച് ആത്മാർത്ഥതയോടും യഥാർത്ഥ സമർപ്പണത്തോടും കൂടെ പാടുവാൻ, അതോടൊപ്പം തന്നെ അത് നിവർത്തിപ്പാനുള്ള ദൈവകൃപയ്ക്കായുള്ള പ്രാർത്ഥനയോടെ പാടുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.